ചില സത്യങ്ങൾ അങ്ങനെയാണ് സുഹൃത്തുക്കളെ. നമ്മൾ എത്ര ആഴത്തിൽ കുഴിച്ചിട്ട് മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അതൊരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. സത്യം ചെരുപ്പിൻ്റെ വള്ളി കെട്ടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരുമെന്ന് പണ്ടുള്ളവർ പറയാറില്ലേ? അത് അക്ഷരം പ്രതി ശരിയാണ്. പക്ഷേ ആ നുണകളുടെ ലോകസഞ്ചാരം കഴിഞ്ഞ് അവസാനം ജയിക്കുന്നത് എപ്പോഴും ആ സത്യം തന്നെ ആയിരിക്കും. ഒരാഴ്ച മുൻപ് ഇതേ പ്ലാറ്റ്ഫോമിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആലപ്പുഴയിലെ ആ വിവാദമായ രക്ഷാപ്രവർത്തന കേസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗൺമാന്മാരെ ഏത് വിധേനയും ജയിലിലടയ്ക്കാൻ കോൺഗ്രസും UDFും ചേർന്ന് മെനഞ്ഞെടുത്ത ആ വലിയ രാഷ്ട്രീയ നാടകം. അന്ന് നമ്മൾ അക്കമിട്ട് നിയമത്തിൻ്റെ വഴികൾ നിരത്തി പറഞ്ഞതാണ് ഈ കേസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് സാമാന്യ ബോധമുള്ള ഏത് മനുഷ്യനും മനസ്സിലാകുമെന്ന്. ഗൺമാന്മാരെ പൂട്ടാൻ ഇറങ്ങിയവർക്ക് വലിയ തിരിച്ചടി കിട്ടുമെന്ന് അന്ന് നമ്മൾ പ്രവചിച്ചപ്പോൾ പലരും നെറ്റിച്ചൊളിച്ചു, പലരും നമ്മളെ പരിഹസിച്ചു. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ജാമ്യാപേക്ഷയിൽ ആ വിധി വന്നു. നമ്മൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിവച്ചുകൊണ്ട് ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ ഗൺമാന്മാർക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്, അതായത് ഈ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി വന്ന SITക്ക് കിട്ടിയത് ചെറിയൊരു തിരിച്ചടിയല്ല, മുഖമടച്ചുള്ള ഒരു 1.5 പ്രഹരമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അന്ന് അത്ര ഉറപ്പിച്ചു പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിനുത്തരം വളരെ ലളിതമാണ്. ഇതൊരു രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ കഥയല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തെ നിയമത്തിൻ്റെ VVIP സുരക്ഷയുടെ കൃത്യമായ പ്രോട്ടോക്കോളുകളുടെ പ്രശ്നമാണ്. നിങ്ങളൊന്ന് സ്വസ്ഥമായി ചിന്തിച്ചു നോക്കൂ. Z+ കാറ്റഗറി സുരക്ഷയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മുന്നിലേക്ക്, അത് വാഹനം അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചുപേർ എടുത്തു ചാടിയാൽ അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യേണ്ടത്? മാറി നിന്ന് അവർക്ക് കൈയടിക്കണോ? അതോ വണ്ടി നിർത്തി അവർക്ക് വഴിയൊരുക്കി കൊടുക്കണോ? ലോകത്തെവിടെയെങ്കിലും അങ്ങനൊരു നിയമമുണ്ടോ? അവിടെയാണ് നമ്മളൊരു ഉദ്യോഗസ്ഥൻ്റെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കേണ്ടത്. സ്വന്തം ജീവൻ പണയം വച്ചാണ് ആ കമാൻഡോകൾ ഒരു VVIPക്ക് രക്ഷാകവചം തീർക്കുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി രാജ്യത്ത് നടക്കുന്ന വലിയൊരു ദുരന്തം അവിടെ സംഭവിക്കാൻ. രാഷ്ട്രീയ പ്രേരിതമായി സമരങ്ങൾക്കിറങ്ങിയാൽ അത് ഏത് പാർട്ടിക്കാരായാലും VVIP സുരക്ഷ നോക്കുന്ന കമാൻഡോകൾ ഈ സമരക്കാരെ കായികമായി തന്നെ നേരിടും. അത് അവരുടെ ഡ്യൂട്ടിയാണ്. അത് തികച്ചും സ്വാഭാവികമാണ്. ഈ Z+ സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മുന്നിൽ ചാടി അഭ്യാസം കാണിച്ചവർ നാളെ SPG സുരക്ഷയുള്ള പ്രധാനമന്ത്രിയുടെയോ മറ്റു വാഹന വ്യൂഹത്തിന് മുന്നിൽ ചാടി ഈ അഭ്യാസം കാണിച്ചാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഇവർ ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് വെറും ലാത്തിയടി ആയിരിക്കില്ല കിട്ടുക, പകരം നെഞ്ചിൽ പാഞ്ഞു കയറുന്നത് വെടിയുണ്ടകളായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ വലിയ നിയമോപദേശമൊന്നും വേണ്ട. വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ പ്രധാനമന്ത്രി എത്തുന്നതിൻ്റെ തലേ ദിവസം ഒരു പരീക്ഷണ മോട്ടോർ കേട് നടന്നിരുന്നു. അന്ന് ആ റൂട്ടിലേക്ക് സമരവുമായി വന്നവരെ ഹൈക്കോടതിയുടെ വിളിപ്പാടകലെ വെച്ച് പോലീസ് എങ്ങനെയാണ് നേരിട്ടത് എന്ന് നമ്മൾ ആരും അത്ര പെട്ടെന്ന് മറന്നു പോകരുത്. പ്രത്യേക കാറ്റഗറി സുരക്ഷയുള്ളവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രതിഷേധമുണ്ടായാൽ സുരക്ഷാ ഭടന്മാർ അത് നോക്കി നിൽക്കില്ല, അവർ അതിനെ ശക്തമായി നേരിടും. ആലപ്പുഴയിൽ CPM പ്രവർത്തകർ ഗാന്ധി മാർഗത്തിലൂടെ സമാധാനപരമായി സഞ്ചരിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് അന്ന് ഗൺമാന്മാർക്ക് വാഹനത്തിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാരെ നേരിടേണ്ടി വന്നത്. അവിടെ അവർ ചെയ്തത് അവരിൽ അർപ്പിതമായ ഔദ്യോഗിക കൃത്യനിർവഹണമാണ്. സുരക്ഷാ ഡ്യൂട്ടി ചെയ്തവരെ ഭരണമാറ്റത്തിൻ്റെ മറവിൽ രാഷ്ട്രീയമായി വേട്ടയാടാൻ ഇറങ്ങിയാൽ ഇത് ഇന്ത്യയിലെ ഒരു കോടതിയിലും നിയമപരമായി നിലനിൽക്കില്ല എന്ന് നമ്മൾ പറഞ്ഞത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഭരണം മാറിയപ്പോൾ UDFന് പ്രിയങ്കരനായ SP ഷൗക്കത്ത് അലി കാണിച്ച ആ വലിയ ഷോ കോടതി അതെടുത്ത് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ചവറ്റുകുട്ടലാണ് ഇട്ടത്. ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികൾക്ക് വേണ്ടി ഇടപെട്ടുവെന്ന് വിശ്വസിക്കാനാകില്ല എന്നാണ് ഗൺമാന്മാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി വളരെ കൃത്യമായി നിരീക്ഷിച്ചത്. അതായത് കോൺഗ്രസ് നേതാക്കൾ ഇത്രയും കാലം ചാനലിലിരുന്ന് തൊണ്ട പൊട്ടി നിലവിളിച്ച കാര്യങ്ങളെല്ലാം, SIT ചമച്ചെടുത്ത തിരക്കഥകളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് കോടതി തള്ളിക്കളഞ്ഞു. ഈ അന്വേഷണ സംഘം കാണിച്ച വ്യഗ്രത എന്തിനായിരുന്നു? എങ്ങനെയെങ്കിലും ഈ ഗൺമാന്മാരുടെ മേൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചാർത്തി അവരെ ജയിലിലടയ്ക്കുക, അതുവഴി പുതിയ ഭരണാധികാരികളുടെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റുക. പക്ഷേ നിയമം എന്നൊന്ന് ഈ നാട്ടിലുണ്ടെന്ന് അവർ സൗകര്യപൂർവ്വം മറന്നുപോയി. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഥയുടെ യഥാർത്ഥ സസ്പെൻസും ട്വിസ്റ്റും ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ. ഗൺമാന്മാർക്ക് ജാമ്യം കിട്ടിയത് UDF കേന്ദ്രങ്ങളെ എത്രത്തോളം വിരളി പിടിപ്പിച്ചിട്ടുണ്ട്, എത്രത്തോളം സമനില തെറ്റിച്ചിട്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ വിധി വന്നതിന് ശേഷം അവരുടെ നേതാക്കൾ നടത്തിയ ചില പ്രതികരണങ്ങൾ നമ്മൾ കേൾക്കണം. വേട്ടക്കാരായി ഇറങ്ങിയവർ സ്വന്തം കുഴി തോണ്ടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ വളരെ രസകരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. തോൽവി മുന്നിൽ കാണുമ്പോൾ വിരളി പിടിക്കുന്നവരുടെ ഒരു വല്ലാത്ത അവസ്ഥയുണ്ടല്ലോ, അതാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കോടതി വിധിക്ക് പിന്നാലെ AD തോമസ് MLA പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ജഡ്ജി ഹണി M വർഗീസിനെതിരെയാണ് MLAയുടെ ഒളിയമ്പ്. കോടതി വിധിക്കെതിരെ പലതും പറയാനുണ്ട്.
ജഡ്ജിയുടെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാമെന്നാണ് എ.ഡി. തോമസ് എം.എൽ.എ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞത്. ഇതൊരു സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നിയമവിദഗ്ധർ വളരെ കൃത്യമായി സാക്ഷ്യപ്പെടുത്തുന്നു ഇതൊരു പച്ചയായ തികഞ്ഞ കോടതി അലക്ഷ്യമാണ് എന്ന്. ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ പശ്ചാത്തലത്തെ പരസ്യമായി ചോദ്യം ചെയ്യുക, അവർ നൽകിയ ഒരു വിധിയെ രാഷ്ട്രീയമായി നിറം പിടിപ്പിക്കുക, കോടതിക്ക് വേണമെങ്കിൽ സ്വമേധയാ കേസെടുക്കാവുന്ന അത്രയും ഗുരുതരമായ ക്രിമിനൽ കോടതി അലക്ഷ്യമാണിത്. ഇടതുപക്ഷ സർക്കാരിനോടും ഈ നിയമപാലകരോടും എന്തോ വലിയ മുൻവിരോധമുള്ളതുപോലെയാണ് തോമസ് പെരുമാറുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് പകൽ പോലെ വ്യക്തമാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് അനുകൂലമായി വിധി വന്നാൽ കോടതി മഹത്തരം, എതിരായി വന്നാൽ ജഡ്ജിയുടെ പശ്ചാത്തലം മോശം. ഇതെന്ത് ജനാധിപത്യമാണ്? അവിടെയും തീരുന്നില്ല ഇവരുടെ അഹങ്കാരം. എ.ഡി. തോമസിൻ്റെ കൂടെയുള്ള KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ പറഞ്ഞത് ഇതിലും അപ്പുറമാണ്. ഗൺമാന്മാരുടെ ജാമ്യം CPM മുൻ ജില്ലാ സെക്രട്ടറിയുടെ മകളുടെ കോടതിയിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് അരുൺ രാജേന്ദ്രൻ തുറന്നടിച്ചത്. നോക്കൂ, ഇത് കേവലം ഒരു വിമർശനമല്ല. ഒരു ജഡ്ജിയുടെ കുടുംബ പശ്ചാത്തലത്തെ, അവരുടെ പിതാവിൻ്റെ പഴയകാല രാഷ്ട്രീയത്തെ ഒരു കോടതി വിധിയുമായി കൂട്ടിക്കെട്ടി എത്ര നിന്ദ്യമായ രീതിയിലാണ് ഇവർ നീതിന്യായ വ്യവസ്ഥയെ അപമാനിക്കുന്നത്. നാളെ മുതൽ ഓരോ കേസിലും വിധി പറയുന്ന ജഡ്ജിമാരുടെ അച്ഛൻ എന്ത് പാർട്ടിയായിരുന്നു, മുത്തച്ഛൻ എന്ത് പാർട്ടിയായിരുന്നു എന്ന് നോക്കിയാണോ ഇവർ കോടതികളെ വിലയിരുത്താൻ പോകുന്നത്? ഇങ്ങനെ പോയാൽ ഈ രാജ്യത്ത് നിയമവാഴ്ച എന്നൊന്ന് ബാക്കിയുണ്ടാവുമോ? ഗൺമാന്മാരെ ജയിലിൽ കയറ്റാൻ നടന്നവർക്ക് ഇപ്പോൾ ശരിക്കും എട്ടിൻ്റെ പണിയാണ്. അതും സ്വന്തം വാക്കുകൾ കൊണ്ട് തന്നെ തിരിച്ച് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തോമസിൻ്റെയും അരുൺ രാജേന്ദ്രൻ്റെയും ഈ പ്രസ്താവനകളിൽ നിന്ന് തന്നെ ഇവരുടെ ഉള്ളിലെ നിരാശയും രാഷ്ട്രീയ പകപോക്കലും കോടതിക്ക് ബോധ്യമായാൽ ഈ കേസ് മറ്റൊരു രീതിയിലേക്ക്, അതായത് കോടതി അലക്ഷ്യമെന്ന ഗുരുതരമായ തലത്തിലേക്ക് മാറും. നിയമജ്ഞർ വ്യക്തമാക്കുന്നത് അതുതന്നെയാണ്. കോടതിയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ഈ പ്രസ്താവനകൾ കോടതി ഗൗരവമായി പരിശോധിക്കുകയാണെങ്കിൽ ഇവരുടെ ഉറക്കം കെടുത്തുന്ന കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കേരള ചരിത്രത്തിൽ തന്നെ ഇതിന് സമാനമായ സംഭവങ്ങൾ നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ്. ഓർമ്മയില്ലേ ആർ ബാലകൃഷ്ണപിള്ളയുടെ ആ കുപ്രസിദ്ധമായ പഞ്ചാബ് മോഡൽ പ്രസംഗമൊക്കെ? ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ കോടതി പരാമർശമുണ്ടായതോടെ പിള്ളയ്ക്ക് രാജിവെക്കേണ്ടി വന്നതൊക്കെ ആരും മറന്നിട്ടുണ്ടാകില്ല. അന്ന് ബാലകൃഷ്ണപിള്ള എന്ന MLAക്ക് എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നു എന്നത് കേരളത്തിൻ്റെ ചരിത്രരേഖകളാണ്. ഒരു MLAക്കെതിരെ കോടതിയലക്ഷ്യ കേസ് വന്നാൽ അത് വെറുമൊരു കേസായി ഒതുങ്ങില്ല. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ, ഒരുപക്ഷെ MLA സ്ഥാനത്ത് തന്നെ എത്രത്തോളം ഗുരുതരമായി ബാധിക്കുമെന്ന് എ.ഡി. തോമസിനെ പോലെയുള്ളവർ ഓർക്കുന്നത് നന്നായിരിക്കും. അധികാരത്തിൻ്റെ ഹുങ്കിൽ മൈക്കിന് മുന്നിൽ എന്തും വിളിച്ചു പറയാമെന്ന് കരുതുന്നവർക്ക് നിയമം നൽകാൻ പോകുന്നത് വലിയൊരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. ഇതൊരു വലിയ തിരിച്ചറിവാണ്. ജനങ്ങളെ എക്കാലവും വിട്ടികളാക്കാമെന്ന് കരുതുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുള്ള കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തൽ. ഭരണത്തിൻ്റെ തണലിൽ പോലീസിനെയും നിയമത്തെയും വെച്ച് എന്തും കാണിക്കാമെന്ന് അഹങ്കരിക്കുന്നവർ നിയമം എന്നൊരു വലിയ മതിൽക്കെട്ട് ഇവിടെയുള്ളത് മറക്കരുത്. ഈ ഉദ്യോഗസ്ഥ വേട്ടയിലൂടെ ഇവർ കേരളത്തിലെ പോലീസുകാർക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ ഔദ്യോഗിക ഡ്യൂട്ടി കൃത്യമായി ചെയ്താൽ നാളെ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളെ ഞങ്ങൾ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കും എന്നല്ലേ? ഇത് നമ്മുടെ പോലീസിൻ്റെ മനോവീര്യം കെടുത്തുന്ന ഒന്നല്ലേ? ഗൺമാന്മാർ അന്ന് അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. ആ ഡ്യൂട്ടിയെ രാഷ്ട്രീയമായി ദുർവ്യാഖ്യാനം ചെയ്ത് അവരെ സമൂഹത്തിന് മുന്നിൽ ക്രൂശിക്കാൻ നോക്കിയപ്പോൾ നിയമം അവർക്ക് കാവലായി നിന്നു. മുൻകൂർ ജാമ്യം അനുവദിച്ച് അന്വേഷണ സംഘത്തിൻ്റെ മുഖത്തടിച്ച് കോടതി ആ നീതി നടപ്പിലാക്കി. ഇപ്പോൾ സമനില തെറ്റിയ കോൺഗ്രസ് നേതാക്കൾ കോടതിക്ക് നേരെ കുരച്ചു ചാടുകയാണ്. ജഡ്ജിമാരുടെ കുടുംബ പശ്ചാത്തലം തിരയുകയാണ്. ഇതിനൊക്കെ കാലവും നിയമവും കൃത്യമായി കണക്ക് ചോദിക്കും. കോടതി ഈ വിഷയത്തിൽ സ്വമേധയായി ഇടപെട്ടാൽ അന്ന് ഈ നേതാക്കൾ കോടതി വരാന്തകളിൽ വിയർക്കും. അന്ന് അവർ ഇതുപോലെ വാചാലരാകില്ല. പകരം ഇല്ലാത്ത ന്യായങ്ങൾ നിരത്തി മാപ്പപേക്ഷയുമായി മറ്റൊരു പോരാളിയുടെ മുഖംമൂടി അണിഞ്ഞ് ഇവർ ജനങ്ങൾക്ക് മുന്നിലേക്ക് വരും. അതാണ് ഇവരുടെ സ്ഥിരം ശൈലി. പക്ഷേ കേരളത്തിലെ സാമാന്യ ബോധമുള്ള ജനങ്ങൾക്കറിയാം ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന്. ഞാൻ ഒരാഴ്ച മുൻപ് പറഞ്ഞ അതേ കാര്യങ്ങൾ, അന്ന് നമ്മൾ നിരത്തിയ അതേ ന്യായങ്ങൾ ഇന്ന് അക്ഷരം പ്രതി ശരിയായിരിക്കുകയാണ്. ഗൺമാന്മാർ തല ഉയർത്തി പുറത്തു നിൽക്കുന്നു. അവരെ പൂട്ടാൻ പോയവർ ഇപ്പോൾ കോടതി അലക്ഷ്യത്തിൻ്റെ വാളം തലയ്ക്ക് മുകളിൽ തൂക്കി എന്തു ചെയ്യണമെന്നറിയാതെ ഭയന്നു നിൽക്കുന്നു. ഇതാണ് സുഹൃത്തുക്കളെ നിയമത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന് പറയുന്നത്. വേട്ടക്കാർ ഇരകളാകുന്ന പണിത കുഴിയിൽ പണിക്കാർ തന്നെ വീഴുന്ന വിചിത്രമായ കാഴ്ച. കളി ഇവിടെ അവസാനിക്കുന്നില്ല. യഥാർത്ഥ കളി ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ജുഡീഷ്യറിയെ ഇത്രയും തരംതാണ രീതിയിൽ വെല്ലുവിളിച്ച ഈ നേതാക്കൾക്ക് നേരെ കോടതിയുടെ ചാട്ടവാർ വീഴുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരെ ഈ രാഷ്ട്രീയ നാടകങ്ങൾ കണ്ട് നമുക്കൊന്ന് പുഞ്ചിരിക്കാം. കാരണം സത്യം എപ്പോഴും കുറച്ച് വൈകിയാലും അതിഗംഭീരമായി തന്നെ തിരിച്ചു വരുമെന്ന് ഈ സംഭവം നമ്മളെ വീണ്ടും പഠിപ്പിക്കുകയാണല്ലോ.